ആക്രമിക്കപ്പെട്ട നടിയോട് മാപ്പ് പറഞ്ഞുകൊണ്ട് സംഗീത ലക്ഷ്മണ എന്ന അഡ്വക്കേറ്റ് രംഗത്ത് വന്നു. ഇതായിരുന്നു രാജ് ടോക്കിന്റെ ഹെഡിങ് കേട്ടോ, അല്ലെങ്കിൽ തമ്പനയില്. ഇത് കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു, സംഗീത ലക്ഷ്മണ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തുകൊണ്ട് എന്നുള്ളത്. പക്ഷെ ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല. കാരണം വിധിപ്പകർപ്പ് വായിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ സംഗീത ലക്ഷ്മണ അങ്ങനെ പറഞ്ഞു എന്ന് കേട്ടപ്പോൾ ഞാൻ ഞെട്ടി കേട്ടോ. പക്ഷെ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. കാരണം അവരുടെ നിലപാടിനൊപ്പം തന്നെ ആയിരുന്നല്ലോ വിധി വന്നത്. പിന്നെ എന്ത് സംഭവം എന്നുള്ളത് ഞാൻ അവരുടെ വീഡിയോസ് മുഴുവൻ ഇരുന്ന് കണ്ടു. ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ അവരുടെ ഒരു പോസ്റ്ററിൽ പോലും ഈ ഇരയോട് അവരൊരു മാപ്പ് പറയുന്നതായിട്ടുള്ള ഒന്നും കണ്ടില്ല. അവരവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. തുടക്കം മുതൽ 2017 തുടക്കം മുതൽ കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോയിട്ടുള്ളത്. 2017 ദിലീപിന് ജാമ്യം കിട്ടിയ സമയത്ത് മീഡിയ അവരെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചു. ആ ചർച്ചയിലും അവർ പറഞ്ഞ വാക്കുകൾ ഇന്ന് അവർ പറഞ്ഞ വാക്കുകളും ഒന്ന് തന്നെ. അതായത് ഇതിൽ ദിലീപിനെ കുടുക്കിയതാണ്, പെടുത്തിയതാണ്. ചില ആളുകൾക്ക് ദിലീപിനോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ ഒരു ആയുധമായിട്ട് ഉപയോഗിച്ചു. മാധ്യമങ്ങൾ അവർക്ക് തിന്നാനുണ്ടാക്കി എന്ന് പറയേണ്ടി വരും. തിന്നത് എല്ലിന്റെ ഇടയിൽ ഇപ്പൊ കുത്തുന്നുണ്ട്, പക്ഷെ അവര് മിണ്ടുന്നില്ല. മിണ്ടാതെ ഈ വിധിപ്പകർപ്പ് തന്നെ മറ്റുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. നമ്മുടെ ശ്രീജിത്ത് പണിക്കർ പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? കൃത്യമായിട്ട് വിധിപ്പകർപ്പ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും, ഒരു മാധ്യമവും നിങ്ങളുടെ മുന്നിൽ എത്തിക്കില്ല. സത്യസന്ധമായ വാക്കുകളായിരുന്നു എന്നുള്ളതാണ്. അതിന് കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അന്വേഷണം ഏതാണ്ട് പൂർത്തിയാവുകയും ഏറ്റവും ഒടുവിൽ ഇനിയിപ്പോൾ ഈ കാര്യത്തിൽ മറ്റൊന്നും ഏതെങ്കിലും തരത്തിൽ തെളിവ് നശിപ്പിക്കാനോ സാക്ഷികളെ സ്വാധീനിക്കാനോ ഉള്ള സാധ്യതകളൊക്കെ അവസാനിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ഘട്ടത്തിൽ സ്വാഭാവികമായ ജാമ്യം അനുവദിക്കുന്നു എന്ന നിലയിലാണ് കോടതി ഈ വിഷയത്തെ പരിഗണിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് ഒരു തെളിവും ഇനി നശിപ്പിക്കില്ല. അതിന്റെ ഉറപ്പിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പോവുകയാണ്. ദിലീപിന് ജാമ്യം കൊടുക്കുക. 3/10/2017 വന്ന ഒരു ചാനൽ ചർച്ച നിങ്ങൾ കേട്ടല്ലോ. ഒരു തെളിവും ദിലീപിന് നശിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കാരണം വെച്ചുകൊണ്ട് അത്രേ കോടതി ജാമ്യം കൊടുക്കുന്നു എന്നുള്ള കാര്യം. 2017 ഈ ഒരു കാര്യം ഇങ്ങനെ പറയുന്നു. 2025 എത്തുമ്പോഴത്തേനും ഈ വിധി വന്നപ്പോ ദിലീപ് എന്തായി? പണം വാരി എറിഞ്ഞു, എല്ലാം കൈക്കലാക്കിയ ഒരു വ്യക്തി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വളച്ചൊടിക്കപ്പെടുന്നു. ഏറ്റവും കൂടുതൽ ആ വാക്കുകൾ പറഞ്ഞിട്ടത് പണം ഒഴുക്കി എന്ന് പറഞ്ഞത് ഭാഗ്യലക്ഷ്മിയാണ് എന്നുള്ളതാണ്. പിന്നെ അഡ്വക്കേറ്റ് മിനി പറയുന്ന പല വാക്കുകളും നമുക്കൊന്നും വിശ്വസിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണെന്നുള്ളതാണ്. അവരിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് എന്താന്ന് വെച്ചാൽ ദിലീപ് തന്നെയാണ് കുറ്റക്കാരൻ. വത്സസിനേക്കാൾ വലിയ ക്രൂരകൃത്യം ചെയ്ത ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ദിലീപിനെ കാണുന്നു. പക്ഷെ ദിലീപിനെ കോടതി വെറുതെ വിടും. കെട്ടിച്ചമച്ചുണ്ടാക്കിയ തെളിവുകളാണെന്ന് കോടതിക്ക് മനസ്സിലാവുന്നു എന്നുള്ളതാണ്. ഇവിടെ സംഗീത ലക്ഷ്മണ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഞാനായിരുന്നു ആ ജഡ്ജെങ്കിൽ ദിലീപിന് ആദ്യ അറ്റംപ്റ്റിൽ തന്നെ ജാമ്യം കൊടുക്കുമായിരുന്നു എന്നുള്ളത്. അന്ന് തന്നെ പോലീസുകാരുടെയും മാധ്യമങ്ങളുടെയും അജണ്ട എന്താണെന്ന് തനിക്ക് മനസ്സിലായി എന്ന് പറയുന്നത്. തുടർന്ന് ഇനി അങ്ങോട്ട് കേൾക്കുന്ന വാക്കുകൾ കൃത്യമായി കാതോർത്ത് കേൾക്കുക. ഈ സത്യത്തിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് വരെ ഞാൻ ഇത് ആദ്യത്തെ ദിവസം ഇദ്ദേഹത്തിനെ 18 മണിക്കൂറോളം ചോദ്യം ചെയ്ത ദിവസങ്ങളിലൊക്കെ ഞാനിതൊരു സച്ചിൻ തെണ്ടുൽക്കർ സെഞ്ചുറി അടിക്കുന്നത് കാണുന്ന ലഹരിയോടെയാണ് ഞാനും ഇരുന്നത് കണ്ടത്. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ലേ എന്നുള്ള ഒരു തോന്നലിലാണ് ഞാനത് കണ്ടുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് 2 ദിവസം പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അവസരത്തിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കാണുമ്പോഴും അത് കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ സത്യത്തിൽ അത് ആലോചിച്ചത് ഇറ്റ്സ് എ ഫ്രണ്ട്ലി മാച്ച് ഗോയിങ് ഓൺ, എല്ലാവരും കൂടെ ചേർന്ന് ഒത്തു കളിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയത്. സത്യത്തിൽ ഇത് കേരള പോലീസിന്റെ അതിക്രമമാണെന്നും അബ്യൂസ് ഓഫ് പവർ ആണെന്നും മിസ്യൂസ് ഓഫ് പവർ ആണെന്നും ഒക്കെ എനിക്ക് ബോധ്യമാവുന്നത്, അല്ലെങ്കിൽ എനിക്ക് സംശയങ്ങൾ തോന്നി തുടങ്ങുന്നത് അദ്ദേഹത്തിന് ഈ ശ്രീ ദിലീപ് എന്ന് പറയുന്ന നടനെ അല്ലെങ്കിൽ പ്രമുഖ വ്യക്തിയെ കൊണ്ടുപോയി അറിയപ്പെടുന്ന ഒരാളെ കൊണ്ടുവന്ന് കേരള പോലീസ് പരേഡ് ചെയ്യുന്നത് കണ്ടില്ലേ, തെളിവെടുക്കാനായിട്ട് കൊണ്ടു നടക്കുന്നത് കണ്ടില്ലേ. നിങ്ങളുടെ മീഡിയ ഈ അബാദ് പ്ലാസയുടെ റൂമിൽ ഹോട്ടൽ അബാദ് പ്ലാസയുടെ മുറിക്കകത്ത് കയറുമ്പോൾ എനിക്ക് വളരെ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത്, അല്ലെങ്കിൽ എന്നെ വല്ലാതെ വേദനിപ്പിച്ച ഒരു അവസരം എന്ന് പറയുന്നത്, നമ്മളിത് വളരെ ട്രോളിലൊക്കെ കണ്ടു, എന്തിനാ ചേട്ടാ വായി തോന്നിയത് പറയുന്നതെന്ന് ദിലീപ് വളരെ നിസ്സഹായനായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ചോദിക്കുമ്പോൾ ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അല്ലെങ്കിൽ അതിന് കൂടെ ഉണ്ടായിരുന്ന പോലീസ് ഓഫീസർ ചെയ്യുന്നത് എന്താ? അദ്ദേഹത്തിന്റെ വായ മൂടി കെട്ടി അകത്തോട്ട് കയറ്റുക, എന്നിട്ട് മീഡിയയ്ക്ക് ഉള്ള ആക്സസ് മുഴുവൻ കൊടുക്കുക. വാട്ട് പ്രിവെന്റഡ് ദ പോലീസ് ഫ്രം പ്രിവെന്റിംഗ് ദി മീഡിയ പേഴ്സണൽ ടു എൻറ്റർ ദി ഹോട്ടൽ പ്രൊമൈസസ്? തെളിവെടുക്കാൻ പോകുന്നിടത്ത് മാധ്യമങ്ങൾക്ക് അവിടെ എന്താ അദ്ദേഹത്തിന് ഇങ്ങനെ എഴുന്നള്ളിച്ച് കൊണ്ട് നടക്കുന്നത്? കേരള പോലീസ് എന്തിനാ അതിന് അനുവദിച്ചു കൊടുത്തത്? അപ്പം അവിടെയെല്ലാം മറ്റെന്തൊക്കെയോ ഇൻട്രസ്റ്റുകളുണ്ട്. കേരള പോലീസിന്റെ ഇമേജ് എന്ന് പറയുന്നത് നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നതാണ് എന്നൊരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ മാധ്യമങ്ങളുടെ ഒത്താശയോടുകൂടി കേരള പോലീസിന് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ്. അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. മാധ്യമങ്ങൾ തന്നെയാണ് ദിലീപിനെ കുറ്റക്കാരനാണ് എന്ന് അങ്ങ് ഉറച്ചുറച്ച് പറഞ്ഞ് നാട്ടുകാരെ, ദിലീപിനെ ഇഷ്ടപ്പെടുന്ന ആളുകളെ പോലും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അത് അനാവശ്യമായിട്ടുള്ള ഒരു ബോധ്യപ്പെടുത്തലായിരുന്നു, ജനങ്ങൾ മനസ്സിലാക്കി. ഇപ്പോ വീണ്ടും ആളുകൾ ഈ വിധിപ്പകർപ്പ് വായിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ ഇത് പുറത്ത് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. പക്ഷെ ഇനിയും ഞങ്ങൾ മാറില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്നുണ്ട്, ഒരുപാട് സ്ത്രീകൾ ഇന്നുണ്ട്. ദിലീപ് തന്നെയാണ് കുറ്റക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ കയ്യിൽ ഒരു തെളിവുമില്ല. എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് കോടതിയിൽ സമർപ്പിക്കുക. ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞു, നിങ്ങൾ കോടതിയിൽ സമർപ്പിക്കുക. ഇനി ഭാഗ്യലക്ഷ്മിയുടെ കയ്യിൽ തന്നെ വലിയ തെളിവുണ്ടെങ്കിൽ, നേരിട്ട് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കോടതിയിൽ കൊടുക്കുക. പക്ഷെ അതൊന്നുമില്ല, ദിലീപ് കുറ്റക്കാരൻ, അത്രേ ഉള്ളൂ. എന്ത് പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞ പോലെ ആ ഒരു സാധനമാണ് തന്നെ ഇത്.
എന്ത് പറഞ്ഞാലും ദിലീപ് കുറ്റക്കാരൻ. എന്തെങ്കിലും തെളിവ് വേണം. ഇവിടെ തെളിവുണ്ട് എന്ന് പറയുന്ന ആളുകൾ ദയവ് ചെയ്ത് തെളിവ് കാണിക്കുക. അതുപോലെ തന്നെ വീഡിയോന്റെ അടിയിൽ വന്ന് കമന്റ് ഇടുന്ന കുറെ ആളുകളുണ്ട്. അവരോട് എനിക്ക് ഒന്നേ പറയുള്ളൂ, നിങ്ങളുടെ ഒരു തിട്ടൂരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ധാരണയാണ് ഈ കാര്യം ദിലീപ് ചെയ്തതാണ് എന്നുള്ളത്. കോടതിയിൽ തെളിയാത്ത ഒരു കാര്യത്തെ കോടതി വിധി പകർപ്പിനെ പോലും നിങ്ങൾ കോടതിയെ പോലും കുറ്റം പറയുമ്പോൾ സമ്മതിച്ചു പോയി കേട്ടോ, സമ്മതിച്ചു പോയി. അവിടെ ഇവര് പറയുന്ന തെളിവുകൾ തന്നെ, മിനി എന്ന് പറയുന്ന അഡ്വക്കേറ്റ് പറയുന്ന തെളിവുകൾ തന്നെയാണ് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. പക്ഷേ അതെല്ലാം കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നാട്ടിൽ നിന്ന് തന്നെ വരുമ്പോ തീർച്ചയായും വലിയ അപകടമാണെന്നുള്ളതാ. അന്ധകാലത്ത് തന്നെ ആ ഒരു ഫോട്ടോഷോപ്പ് ചെയ്തതാണ് എന്ന് കൃത്യമായി ഓർത്തു വന്നതല്ലേ. എന്തുകൊണ്ട് ആരും ഒന്നും മിണ്ടിയില്ല? അതാണ് ഇവിടെ അജണ്ട ഒന്നാണെന്ന് മനസ്സിലാക്കാതെ അവളോടൊപ്പം എന്ന പ്രഹസനമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവളോടൊപ്പമാണെങ്കിൽ അവളോടൊപ്പം തന്നെ നിൽക്കണം, അല്ലാതെ ദിലീപിനെ തകർക്കാൻ വേണ്ടി മാത്രമായിരിക്കരുത്. അത് ദിലീപാണ് കുറ്റക്കാരനെന്ന് തെളിയട്ടെ. തെളിയുന്നത് വരെയെങ്കിലും നിങ്ങൾ ദിലീപിനെ ഈ തെറി വിളിക്കുന്ന പരിപാടി, അവരെ കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ ഇത് വിധി പകർപ്പിനെ കുറിച്ചിട്ടോ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ PR പണം വാങ്ങി എന്ന് പറയുന്ന ഊളത്തരം കാണിക്കാതിരിക്കുക. ദിലീപ് എനിക്ക് 1 രൂപ തന്നു എന്ന് നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ, ദിലീപ് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി എനിക്ക് 1 രൂപയെങ്കിലും തന്നു എന്ന് തെളിയിക്കുകയാണെങ്കിൽ ഈ പരിപാടി അവസാനിപ്പിച്ച് ഞാൻ അങ്ങോട്ട് പൊക്കോളും. അത് അത്രേ ഉള്ളൂ. ഇപ്പോഴും ആ മൊബൈൽ ഫോൺ കണ്ടെത്താൻ നമ്മുടെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ആ മൊബൈൽ ഫോൺ എന്റെ ബലമായ സംശയമൊന്നുമല്ല, എന്റെ വ്യക്തമായ സംശയം, ബലവും വ്യക്തമായ സംശയം കേരള പോലീസ് തന്നെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം ആ മൊബൈൽ ഫോണിനകത്ത് മെമ്മറി കാർഡിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ മൊബൈൽ ഫോൺ കണ്ടെത്താൻ കേരള പോലീസിന് കഴിയാത്തത് ഇരയുടെ വെർഷനും അല്ലെങ്കിൽ ഇര പറഞ്ഞു വെച്ചിരിക്കുന്ന വെർഷനും കേരള പോലീസ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന കഥകളും തമ്മിൽ ചേർത്ത് വെക്കാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് എന്റെ ബലം. ഓക്കെ, മാഡത്തിന്റെ വാക്കുകൾ അവരവിടെ ബ്ലോക്ക് ചെയ്യാണ്, നേരെ അവരുടെ രീതിയിലേക്ക് ഇത് മാറ്റി കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ മൊബൈൽ ഫോൺ കണ്ടെടുത്തിട്ടില്ല. അത് കായലിലൊക്കെ കുറെ ദിവസം തെരഞ്ഞു നോക്കി കിട്ടിയില്ല. പക്ഷെ അത് കായലിലാണോ അല്ലേ എന്നുള്ളത് ആർക്കും പറയാൻ കഴിയില്ല. നേരെ തിരിച്ച് സുനിയെ ഒന്ന് നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യം പുറത്തു വരും നമുക്കറിയാം. തുടക്കം മുതൽ തന്നെ നുണപരിശോധനയുടെ കാര്യവും CBI അന്വേഷണ കാര്യവും ഒക്കെ ദിലീപ് പറയുന്നുണ്ട്. പക്ഷെ ഇരയുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഒരു പിൻബലം അതിന് കിട്ടിയില്ല. അതെ, ഞങ്ങൾക്കും അത് വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെയാണ് അല്ലെ, പക്ഷെ അത് സംഭവിച്ചില്ല. അത് കൂടാതെ മറ്റൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജഡ്ജിയെ മാറ്റണം എന്നുള്ളൊരു കാര്യം പറഞ്ഞു, ജഡ്ജിയെ മാറ്റി കൊടുത്തു. പക്ഷെ എന്തുകൊണ്ട് ദിലീപ് പറഞ്ഞ ആ വാദത്തിന്റെ കൂടെ നിന്നിരുന്നെങ്കിൽ കൃത്യമായിട്ട് അത് തെളിയുമായിരുന്നല്ലോ അല്ലെ. പിന്നെ അടുത്തൊരു കാര്യം അഡ്വക്കേറ്റ് മിനി പറയുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാർട്ടിനെ പിടിച്ച സമയത്ത് അയാളുടെ മൊബൈൽ ഫോൺ കയ്യിലുണ്ടായിരുന്നില്ല, അത് ഫ്ലഷ് ചെയ്ത് കളഞ്ഞു എന്നൊക്കെ പറയുന്നത്. മാർട്ടിനെ പിടിക്കുന്ന സമയത്ത് മാർട്ടിൻ നേരെ ലാലിന്റെ വീട്ടിൽ വരുന്നു, ലാലിന്റെ കൺമുന്നിൽ നിന്നും എവിടെയും പോയിട്ടില്ല, ഓടി പോകാൻ ശ്രമിച്ചു എന്നൊക്കെ ആള് പറയുന്നു. എന്നാൽ പോലും PT തോമസ് സാർ പറഞ്ഞ നേരെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാന്നുള്ളത്. അയാൾക്ക് ഇനി എവിടെയാണോ സമയം കിട്ടിയിട്ടുള്ളത് മൊബൈൽ ഫോൺ കൊണ്ട് കിണറ്റിലിടാൻ. ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, ഈ 164 സ്റ്റേറ്റ്മെന്റ് 20 വിറ്റ്നസസിന്റെ റെക്കോർഡ് ചെയ്തതുകൊണ്ട് എന്താ കാര്യം? അതുകൊണ്ട് ആകാശം അതിനാണല്ലോ ഡിഫൻസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഡിഫൻസിന് ഇനി ദിലീപിനെതിരെ ഒരു കുറ്റപത്രം വന്നാൽ അതിന് ദിലീപിന്റെ മുമ്പിൽ ഒരുപാട് വഴികൾ വേറെയുണ്ട്. കേരള പോലീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് പോലീസിന്റെ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി, CBI യോ MCA യോ എന്താട്ടെ, ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഒരു ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തു എന്ന് വിചാരിച്ചു എത്രയോ കേസുകൾ ട്രയൽ നടത്തി വിട്ടുപോയിട്ടുണ്ട്. എത്രയോ റേപ്പ് കേസുകളിലൊക്കെ വ്യക്തമായ തെളിവില്ല, ഇര പറയുന്നതിൽ ഡിസ്ക്രിപ്പൻസി കൺസിഡർ ചെയ്തിട്ട് മറ്റ് എവിഡൻസുമായിട്ട് കൊറോബറേറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് എത്രയോ കേസുകൾ വിട്ടുപോയിട്ടുണ്ട്. ഇതെന്താ ആകാശം? ഞാൻ ഒരു കാര്യം, എനിക്ക് അദ്ദേഹത്തിനെ കുറ്റാരോപിതൻ എന്ന് പോലും വിളിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ശ്രീ ദിലീപിനെ. കാരണം ഞാൻ അദ്ദേഹത്തിന്റെ ആരാധികയല്ല, എനിക്ക് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് പേഴ്സണലി എനിക്ക് അറിയില്ല, ഞങ്ങൾ തമ്മിൽ ഒരു പരിചയവുമില്ല. എന്നിട്ട് കൂടി എനിക്ക് പറയേണ്ടി വരുന്നു ടു മച്ച് ഓഫ് ഇമ്പോർട്ടൻസ് ഇസ് ഗിവൺ ടു ദിസ് കുറ്റാരോപിതൻ. എനിക്ക് കുറ്റാരോപിതൻ എന്ന് പോലും വിളിക്കാൻ ഞാൻ വളരെയധികം, കാരണം വ്യക്തമായിട്ട് ശക്തമായ ഒരു കുറ്റം ആരോപിക്കാൻ പോലും നമ്മുടെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. കേട്ടില്ലേ, 2017 ഈ സംഭവം നടന്ന് ഒരു മാസം കഴിയുമ്പോൾ, ഒരു മാസം പോലും ആയിട്ടില്ല, അതിന് മുന്നേ തന്നെ അവർ പറയുന്ന വാക്കുകളാണിത്. ഒരിക്കലും കുറ്റാരോപിതൻ എന്ന് പോലും ദിലീപിനെ എനിക്ക് വിളിക്കാൻ കഴിയില്ല, പോലീസുകാരും മാധ്യമങ്ങളും ആണ് ഉണ്ടാക്കിയെടുത്ത കഥകളാണ് എന്ന് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. ആ വാക്കുകളിൽ നിന്ന് അവർ ഒരിക്കലും പിന്നോട്ട് പോയിട്ടില്ല. അങ്ങനെ തന്നെയാണ് നിലപാടുള്ള ആളുകൾ ചെയ്യുക. നമുക്ക് തെറ്റുപറ്റിയ തിരുത്താം, പക്ഷെ ഇവിടെ അവർ തെറ്റുപറ്റിയെന്ന് ഒരിക്കലും പറയുന്നില്ല. ഇതേക്കുറിച്ച് പറഞ്ഞ പല വാക്കുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നുണ്ട്. എന്തിനു പറയുന്നത്? മാർട്ടിൻ പറഞ്ഞ ആ വീഡിയോ ഉണ്ടല്ലോ, ഇപ്പൊ വൈറലായ വീഡിയോ, അത് ആദ്യമായി പുറത്തു വിടുന്നത് ഇവരാണ്. അത് ഇപ്പോഴും ഡിലീറ്റ് പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഈ കേരള പോലീസ് ദിലീപിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന മീഡിയ ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് പ്രൊജക്ട് ചെയ്ത് കൊണ്ടുവച്ചിരുന്നു. 2 തവണ അദ്ദേഹത്തിന്റെ ബെയിൽ ആപ്ലിക്കേഷൻ ഡിസ്മിസ് ചെയ്തപ്പോൾ ഞാൻ ഒരു അക്ഷരം മിണ്ടിയില്ല, കോടതിക്കെതിരെ ഞാൻ ഒരു അക്ഷരം പറയില്ല. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ മീഡിയ ഇങ്ങനെ ഈ സോ കോൾഡ് സോഷ്യൽ ഇമ്പാക്ട് എന്ന് പറയുന്ന ഒരു സാധനം ക്രിയേറ്റ് ചെയ്യപ്പെടാതിരുന്ന ഒരു കേസാണെങ്കിൽ ശ്രീ ദിലീപിന് ജില്ലാ കോടതിയിൽ നിന്ന് സുഖമായിട്ട് ജാമ്യത്തിൽ അദ്ദേഹം, ഞാനാണ് ജഡ്ജെങ്കിൽ ഞാൻ ജഡ്ജാവാത്തത് കേരള പോലീസിന്റെ ഭാഗ്യമെന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. എന്നെ അങ്ങനെ ആക്കാനും ആരും ഇല്ലതാനും. ജയിലിൽ ഞാൻ ജഡ്ജായിരുന്നെങ്കിൽ ബെയിൽ ഓർഡർ ഞാൻ ദിലീപിന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. അത്രമേൽ ഫ്രിവലസ് ആണ്, അത്രമേൽ അബ്സർഡ് ആണ്. ഓക്കെ, മീഡിയാസിനെ കുറിച്ച് മിണ്ടരുതെന്നാ പറയുന്നത്. മീഡിയാസ് തന്നെയാണ് ഇതൊക്കെ ഈ രീതിയിലേക്ക് ആക്കിയത്. ദിലീപ് ഒരു വലിയ മനുഷ്യനായതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പിന്നാലെ നടന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. എന്തിനു പറയുന്നത്? അന്ധകാലത്ത് ദിലീപിനെ കുറ്റം പറഞ്ഞിരുന്ന ഒരുപാട് മാധ്യമ പ്രവർത്തകര്
ഇന്ന് മറ്റുള്ള ചാനലുകളിൽ ചേക്കേറിയിട്ടുണ്ട്. അവരവിടെ ഇരുന്നു കൊണ്ട് പശ്ചാത്തപിക്കുന്നുണ്ട്, പക്ഷെ പറയാൻ കഴിയില്ല. മാധ്യമങ്ങളുടെ ഓണേഴ്സ് പറയുന്നത് അവർക്ക് ചെയ്തേ വെക്കൂ, അവരത് തന്നെയാണ് ചെയ്തത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഭാഗം കൂടി ഒന്ന് കേൾക്കണം. ഈ മെമ്മറി കാർഡ് എന്ന് പറയുന്ന വിഷയമുണ്ടല്ലോ, ആ ഒറിജിനൽ മെമ്മറി കാർഡ് ഉണ്ട്. അതായത് ഈ വണ്ടിക്കകത്ത് വെച്ച് ദിലീപ് ആവശ്യപ്പെട്ടിട്ട് ഇവളുടെ നഗ്ന വീഡിയോ എടുക്കാൻ പോവുകയും അവിടെ വെച്ച് നഗ്ന വീഡിയോ എടുക്കാൻ പോകുന്നവനെ പോയിട്ട് വീഡിയോ എടുത്തോണ്ട് വന്നാൽ മതി. അവൻ അതിനകത്ത് വെച്ചിട്ട് പല കാര്യങ്ങളും അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അവൾ സ്വമേധയാ ചെയ്തതാണ് എന്നൊരു പക്ഷം ഒരു ഭാഗത്ത് പറയുമ്പോൾ, അല്ല ബലാത്കാരമായിട്ട് ജീവനഭയത്തോടുകൂടിയാണ് ചെയ്യിപ്പിച്ചതെന്നും മറ്റൊരു വശം പറയും. എന്ന് തന്നെ ആവട്ടെ, ഒറിജിനൽ അപ്പാരറ്റസ് ഉണ്ട്, എക്യുപ്മെന്റ്, മത്സർ സുനീർ ഇത് ദിലീപിന്റെ ആവശ്യപ്രകാരം പോയിട്ട് പിടിച്ച സാധനം. ആ ഒറിജിനൽ ഫോൺ എന്ന് പറയുന്ന സാധനം ഇല്ല. അപ്പം എന്റേതാണ് ഈ പറയുന്ന ആള് പിടിച്ചതെങ്കിൽ അത് കണ്ടുപിടിക്കാനായിരിക്കണം ഞാൻ എന്റെ ആത്യന്തികമായിട്ടുള്ള പ്രൈമറി അൾട്ടിമേറ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പൽ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത് അത് കണ്ടുപിടിക്കണം. ആ പിടിച്ച ഫോണില്ല, ആ ഫോണിൽ നിന്ന് അത് കൈമാറി മാറി വേറെ വേർഷനാണ് പോയത്. കോടതിയുടെ മുമ്പാകെയുള്ളത് എഡിറ്റഡ് വേർഷൻ ആണെന്നാണ് പ്രതിഭാഗം പറയുന്നത്. ഒറിജിനൽ വേർഷൻ കണ്ടുപിടിക്കാത്ത ബൈജു പൗലോസിനോടും സിനിമാ നടിക്ക് യാതൊരു വൈരാഗ്യമില്ല, യാതൊരു വാശിയുമില്ല, യാതൊരു പരാതി. പല കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ CBI കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന വാക്ക് ആദ്യം ഉപയോഗിക്കേണ്ടത് ആരാണ്? അത് ഇരയാണ്. അതുപോലെ തന്നെ നുണപരിശോധന കാര്യം പറയേണ്ടതും അതും അവർ തന്നെയാണ്. കാരണം ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടെങ്കിൽ പുറത്ത് കൊണ്ടുവരേണ്ടത് ആരാണ്? അത് അവരാണ്. അവർ ഏറ്റവും അവസാനം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പണി എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു. കുറെ ആളുകൾ പണം വാങ്ങിക്കൊണ്ടാണ് ഷെയർ ചെയ്തതെന്ന് പറഞ്ഞിട്ട് പോലീസുകാർ കുറെ ആൾക്കാർ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, എന്തു ആവട്ടെ, ഇവിടെ ഈ ഒരു കേസ് കൃത്യമായ രീതിയിലാണ് അന്വേഷണം പോവേണ്ടത്. ഈ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇവർ വിശ്വസിക്കുന്നത് പോലെ ഒരു യഥാർത്ഥ പ്രതി ഉണ്ടെങ്കിൽ അവരെ പിടിക്കാൻ കഴിയില്ല, അല്ലെ? ഹൈക്കോടതിയിൽ എത്തുമ്പോൾ CBIയിലേക്ക് എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഭരണമാറ്റം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇതേ ഭരണത്തിന്റെ കീഴിലാണെന്നുണ്ടെങ്കിൽ സാധ്യത കുറവ്. കാരണം ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അവർക്കത് ക്ഷീണമാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല, അല്ലെ? ഇവിടെ ദിലീപിനെ ആക്രമിക്കുന്ന ആളുകളുടെ ലക്ഷ്യം ദിലീപിനെ താഴ്ത്തി കെട്ടുക എന്ന് മാത്രം. ഭാഗ്യലക്ഷ്മിയുടെ കയ്യിൽ ഒരു തെളിവ് പോലും ഇല്ല. വക്കീൽ പറയുന്ന വാക്കും പിന്നെ അവർ മെനഞ്ഞെടുത്ത ഒരു കഥയും വെച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതിനൊരു തെളിവായിട്ട് ഭാഗ്യലക്ഷ്മിയുടെ തന്നെ പഴയ ഒരു വീഡിയോ ഞാനൊന്ന് കാണിച്ചു തരാം. ഒന്ന് കാണും നിങ്ങൾ. ദിലീപിന് എന്തുകൊണ്ടായിരിക്കാം അത് ഞാനല്ല എന്ന് പറയേണ്ടി വന്നത്? അത് വളരെ സിമ്പിളാണ്. കാരണം നമ്മൾ പിന്നെ ഒരു യുവനടൻ അല്ലെങ്കിൽ ആലുവ കേന്ദ്രീകരിച്ച ഒരു യുവനടൻ എന്ന് നമ്മളിങ്ങനെ വളരെ ഗോപ്യമായിട്ട് പറയുമ്പോൾ വ്യക്തമായിട്ട് അയാളുടെ ഫോട്ടോ ഇട്ടിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരണം നടത്തുന്നു, വാട്സപ്പിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഈ ഫോട്ടോ ഇട്ടിട്ട്. ഇയാൾ എന്റെ സുഹൃത്തേ അല്ല എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. പക്ഷേ അത് വേറെ ആരുടെയോ ഫോട്ടോ ആണ്, യഥാർത്ഥത്തിൽ സുനിയുടെ ഫോട്ടോ അല്ല. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇട്ടിട്ട് ടാർഗറ്റാണ് അത് എനിക്കെതിരെയാണ് എന്ന് മനസ്സിലായപ്പോൾ അത് ഞാനല്ല എന്ന് പറഞ്ഞതാണ്. ഞാൻ ഒരിക്കലും ആരെയും സേവ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതല്ല. ഞാൻ ആഗ്രഹിക്കുന്നു ദൈവമേ നമ്മുടെ വീട്ടിലുള്ള ഒരാളായിരിക്കരുതേ എന്ന ആഗ്രഹത്തിന്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രൊട്ടക്ട് ചെയ്ത് സംസാരിക്കുന്നത്. ഇത് മലയാള സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട നടനിലേക്ക് ഈ അന്വേഷണം കേന്ദ്രീകരിക്കപ്പെടുന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. ആ തരത്തിലുള്ള കഥകളെ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കുന്ന എന്തെങ്കിലും സൂചനകൾ ഇരയാക്കപ്പെട്ട നടി താങ്കൾക്ക് നൽകിയോ? ആ കുട്ടി എന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ അങ്ങനെ വിശ്വസിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം എന്നെ ആ കുട്ടി ഓപ്പൺ ആയിട്ട് എന്നെ സിനിമയിൽ നിന്ന് ഒരുപാട് ഒഴിവാക്കിയിട്ടുണ്ട്. അത് പറഞ്ഞു എന്നെ ഒരുപാട് സിനിമയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതേ ചൊല്ലി പലയിടങ്ങളിലും സംസാരം നടന്നിട്ടുണ്ട്. അതൊക്കെ സത്യമാണ്. പക്ഷേ ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്യാൻ കൂട്ടുനിൽക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് എന്റെ അടുത്ത്. അത് അങ്ങനെ തന്നെ ആയിരിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ ഒരു ചെറിയ വിശ്വാസം പോലും ഇല്ലാതെ ആവരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. നടൻ എന്ന പേരിൽ ഒരാൾക്കെതിരെ ഇപ്പോൾ കാര്യങ്ങൾ ഒരുപാട് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ആ നടനിലേക്ക് അന്വേഷണം എത്താൻ പാകത്തുള്ള എന്തെങ്കിലും സൂചനകൾ പോലീസ് നൽകിയ മൊഴി ഉൾപ്പെട്ടിട്ടുണ്ടോ? ആ കുട്ടി പറഞ്ഞു ഞാൻ അങ്ങനെ കൊടുത്തിട്ടൊന്നുമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സംശയിക്കരുത് എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആവില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ്. വിധി വന്നപ്പോൾ ഞങ്ങളെല്ലാവരും സ്വിച്ച് ഓഫ് 7-ാം പ്രതി വെറുതെ വിട്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു സ്വിച്ച് ഓഫ് ചെയ്തോളൂ, ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ആർക്കും ശിക്ഷ ഉണ്ടാവാൻ വഴിയില്ല. നീതി കിട്ടിയില്ല എന്നുള്ളൊരു വികാരമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. 100% ഇപ്പോഴും കഴിഞ്ഞിരിക്കണം എന്ന് കരുതുന്ന ഒരു വേട്ടക്കാരനാണ്. അവൾ അറിയണം അവളുടെ ജീവിതം ഇല്ലാതെയാകണം. ആ പൾസസ്വിനി പറഞ്ഞ വിവരം മാത്രമാണ്. പക്ഷേ നിങ്ങളോട് ശത്രുതയുണ്ടോ? ശത്രുതയുണ്ട്, തീർച്ചയായിട്ടും ശത്രുത ഉള്ളത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു അയാൾ തന്നെയാണ് എന്ന്. പക്ഷെ തെളിവുകൾ കണ്ടെത്തേണ്ടത് തെളിവുകൾ ഉണ്ടാക്കുകയല്ല കണ്ടെത്തേണ്ടത് പോലീസ് ആണ്. പക്ഷെ തെളിവുകൾ കണ്ടെത്തേണ്ടത് തെളിവുകൾ ഉണ്ടാക്കുകയല്ല കണ്ടെത്തേണ്ടത്. ഓക്കെ, ഇനി ഞാൻ അതിന് വെറുതെ കമന്റ് ഇടാനും നിൽക്കുന്നില്ല. അത് നിങ്ങൾ തന്നെ നോക്കി മനസ്സിലാക്കുക എന്നുള്ളതാ, വേറൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ചാനലിന്റെ കൂടെ നിൽക്കുക. വീണ്ടും പരമാവധി വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.